എന്താ പരിപാടി? അച്ഛനും അമ്മയൊക്കെ കഴിച്ചോ? അവരൊക്കെ ക്യാൻറ്റീനിലുണ്ട്. എന്തോ കൂലങ്കശമായ ചർച്ചയില്ല. കഴിച്ചു കാണും. അവരെന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്? ബിനുവിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. അവർക്ക് വേറെന്താ ചിന്തിക്കാൻ? ഞാൻ പഴയ പോലെ ആകാൻ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അവനെങ്ങാനും പഴയതുപോലെ ആയാ നമ്മളെ കാര്യം തീർന്നു. പിന്നെ നമ്മൾ ഫ്രെയിമിലേ ഉണ്ടാവില്ല. 100% കറക്റ്റാ. പിന്നെ നിങ്ങൾ ഫ്രെയിമിലേ ഉണ്ടാവും, ചുവരിൽ. ആഹാ, നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ? അവനത്തെ ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി. എല്ലാം പഠിച്ചെടുക്കുക. ഞാൻ മെനങ്ങാനായിട്ട് അണ്ടർവെയറിന്റെ കളർ വരാൻ പറഞ്ഞു. സി, ഉള്ളിലിട്ടതറിഞ്ഞു. ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്ലാനിങ് പരലോകത്ത് വെച്ചാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സനന്ദനുമായി ആലോചിക്കാം എന്താ ചെയ്യാനാവാന്ന്. സനന്ദനോ? ആ, എന്തിനാ അയാള്? പുറമേ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ അജ്മൽ ഡോക്ടറുടെ സ്ഥിതിക്ക് മറ്റൊരാളെ കൂടെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ സനന്ദൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാ. മുമ്പ് ഇതുപോലെ സനന്ദൻ സഹായിച്ചിട്ടുള്ളതാ. പുതിയ ഫ്ലാറ്റിലേക്ക് മാറ്റി ബിനു നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോ നിഷിമയുടെ കല്യാണം നടത്താമെന്ന് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നതും സനന്ദനാ. മകളുടെ കാര്യം തീരുമാനമാക്കിയ ആളെ തന്നെ ഇപ്പോൾ മകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു നാട്ടുകടപ്പാണല്ലോ. അമ്മയ്ക്ക് ഒരാളുടെ മേൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ. ഒറ്റപ്പെട്ടെന്നുള്ള അമ്മയുടെ തോന്നലാണ് എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വലിയ പ്രശ്നം അല്ലേ? ഒറ്റപ്പെടുന്ന ഞാനുണ്ടല്ലോ. നിങ്ങൾ ഉണ്ടായിക്കോട്ടെ, കൂടെ വേറെ ആളും. മനുഷ്യ, നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ എന്താ പറ്റിയേ? നിനക്ക് സനന്ദനുള്ള ബന്ധം നിർത്താറായില്ലേ? പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എൻ്റെ കാമുകനായിരുന്നു എന്ന്. ഒരു കാലത്ത് എൻ്റെ കൊളീഗായിരുന്നു, സുഹൃത്തായിരുന്നു. അത്രയേ ഉള്ളൂ ആ ബന്ധം. എന്നിട്ടല്ലേ നീ പറഞ്ഞിട്ടില്ല അവൻ എന്റെ കാലടിച്ചു കുടിച്ചത്? അവനെയാണോ നീ വീണ്ടും വിളിച്ചു വരുത്തുന്നത്? അയ്യോ, അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ. അതും എത്ര വർഷം മുമ്പാ അത് നടന്നത്. എന്നിട്ട് ഇപ്പോഴും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനെയോ വിളിക്കാറില്ലേ? സനന്ദനെ അങ്ങനെ കണ്ടാ മതി. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബിനു ഒരു കടുത്ത സൈക്കോണ്. എത്ര പൈസ ചിലവാക്കിയാലും അവൻ പഴയ അവസ്ഥയിലെത്താണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കുറേ എണ്ണുണ്ട് ഇതുവരെ. ഈ ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റുവാക്കായിട്ട് കണ്ടിട്ടുള്ളൂ. എന്താ സനന്ദന്റെ പ്ലാൻ? എൻ്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലെയൊക്കെ തോന്നും. ലോജിക്കൊന്നും വേണമെന്നില്ല, കാര്യം പറ. പഴയതൊക്കെ മാറ്റണം. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? അല്ലെങ്കിൽ അത് ഇവിടെ കിടന്നോട്ടെ. പുതിയ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ പറഞ്ഞല്ലേ കവറായിക്കോളും. വേണ്ട, എന്റെ രമേശ ഒന്ന് വേഗം നടക്ക്. ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ സാധനങ്ങളെ നമ്മൾ വിട്ടു പോവുക. അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷനുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ട് അവിടെ. ഇത് ഇന്റീരിയർ ചെയ്താൽ മാത്രം പോരാ. നോക്ക്, എന്തേലും ഉണ്ടാവും. അവനാരാ മോൻ? ആ, കിട്ടിയില്ലേ? അതൊരു ഓർമ്മയില്ലേ ബിനുവിൻ്റെയും ഷിബിൻ്റെയും? അത് ശരി. അത് കളയണോ? ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട്. ഒരു കുട്ടി മതിയെന്ന് ഞാൻ ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ, പക്ഷെ അവള് കേട്ടില്ല. ലക്ഷ്മി രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ കാര്യം എന്നോട് ആദ്യം പറയണേ. അതായത് ബിനുവിൻ്റെ ഓർമ്മയുണ്ടാ? ആ, എന്നിട്ട് നമ്മൾ കുറേ തർക്കിച്ചു അബോട്ട് ചെയ്യണ വേണ്ടേന്ന്. അവസാനം ക്യാരി ചെയ്യാൻ നീ തന്നെ തീരുമാനിച്ചു.
ഹെയർ ബോഡി ഹെയർ ഡിസിഷൻ. അതിനുശേഷമാണ് ദാസേനോട് അടക്കം പറഞ്ഞത്. ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണ്. ലക്ഷ്മിയെ, രണ്ടാമതൊരു കുട്ടി വേണ്ടായിരുന്നു. സനന്ദ ഫ്ലാറ്റിന്റെ പണി തീരാൻ ഇനി ഒരാഴ്ച എടുക്കും. ഹോസ്പിറ്റലിൽ ചെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നു. ഇനി എന്താ ഒരു വഴി? ആൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയ കണ്ടീഷനോ? അതെ. ഞാൻ അന്നേ പറഞ്ഞ ബോട്ട് ചെയ്യാന്ന്. കൂട്ടുക്കാൻ കറങ്ങി തിരിഞ്ഞ എൻ്റെ തന്നെ വന്നു. അതാണ് ദൈവമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ബാത്റൂമിൽ കുറച്ച് സോപ്പോ ഷാമ്പൂ നമുക്ക് കലക്കി ഒഴിക്കാം. അതിൽ ചവിട്ടി തലടിച്ച് വീണോളും. 2 ആഴ്ച നീട്ടി കിട്ടാതെ പോരെ. ചിലപ്പോൾ അതോടുകൂടി തീർന്നാലാ. അതൊന്നും വേണ്ട. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. വേറെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഒന്ന് ചുറ്റി വരണം. ബിനു ഇതുവരെ പോവാത്ത സ്ഥലങ്ങളിലൂടെ. സഞ്ജു, അയാളോടൊന്ന് പോയി ചോദിക്കല്ലേ. ഞാൻ ഒറ്റയ്ക്കോ? നീ കൂടെ വാ. കുടുംബത്തിന്റെ അകത്തുള്ളവർ ഇതൊക്കെ എങ്ങനെയാ പറയാ എന്റെ സഞ്ജു? ചെല്ലേ. അപ്പൊ ഞാനിപ്പോഴും കുടുംബത്തിനകത്തായിട്ടില്ലല്ലേ? സഞ്ജുവിന് എൻ്റെ കൂടെ US വരണോ അതോ ബിനുവിൻ്റെ കൈകൊണ്ട് മരിക്കണോ? US. എന്നാ ചെല്ലേ ചെല്ലേ. നമുക്ക് ഈ മൂകാംബികയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാനാ? അതായത് അവിടെ ആകുമ്പോൾ പരിചയമുള്ളവരും ഉണ്ടാവില്ലല്ലോ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ബിനുവിനെ നമ്മൾ പോകുന്ന നോക്കില്ലേ, അവിടെ വെച്ച് തീർക്കുന്ന കാര്യം. ആ, വല്ലണ്ട കേസ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം. സൂയിസൈഡ് പോയിന്റ് ഇല്ലേ, അവിടെ കൊണ്ടുപോയി തള്ളിടാം. ആ, നന്നായിരിക്കും. വേറെ പ്രശ്നമുണ്ട്. എന്ത്? തള്ളണ സമയത്ത് അവൻ കൈമ കയറി പിടിച്ചാ കൂടെ പോണ്ടി വരും. ആര്? നീ എന്നെ. ഞാനെന്തിനു പോണം? പിന്നെ ഞാൻ പോണ. ടെൻഷനാവില്ല. പോണ സമയത്ത് ഒതുക്കത്തിൽ എൻ്റെ കാറിൽ കയറ്റിരാ. ഐഡിയ ഉണ്ട്. അപ്പൊ മൂകാംബിക പോയിട്ട് നേരെ വീട്ടിലേക്ക് അല്ലേ? മൂകാംബിക എന്ന് വെച്ചാ ബിനുവിന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഐ സി. ആ ഒരു കടാക്ഷം കൊണ്ടാ ഇങ്ങനെയെങ്കിലും ആയത്. ആദ്യം നന്ദി അറിയിക്കേണ്ടത് അവിടെ തന്നെയാണല്ലോ. നിങ്ങളുടെ ഈ എഫേർട്ട് ഉണ്ടല്ലോ, ദൈവം കാണാതിരിക്കും. ദൈവം കാണും. നിങ്ങളുടെ ഈ എഫേർട്ട് ഉണ്ടല്ലോ, ദൈവം കാണാതിരിക്കും. ദൈവം കാണും. അളിയാ പോണ്ടേ? നമുക്ക് സനന്ദനങ്ങളുടെ വണ്ടി കയറാം. പുള്ളിയമ്മ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ്. അതെ, അതാകുമ്പോ വണ്ടി കുലുങ്ങിയിട്ട് തല അനങ്ങണ്ട. നീ കയറിയിട്ടുണ്ടോ? ആ, 2 പ്രാവശ്യം. ആ, പോയല്ലോ. പോവാ. ഒരാളും കൂടെ വരാനുണ്ട്. എല്ലാരും വന്നല്ലേ, ഇനിയാരും വരാനാ? ഇവളെന്താ ഇവന്റെ പിന്നാലെ? കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ അവള്? ഞാൻ സനന്ദന്റെ കൂടെ കയറും. അവളെന്തിനാ അതിൽ കയറണേ? അമ്മയ്ക്കതാ കോൺഫിഡൻസിങ് ആയിക്കോട്ടെ, അച്ഛനിങ്ങ കയറ്. അപ്പൊ ഞാൻ ഒരാളെ കൊല്ലാനല്ലേ നമുക്ക് ആവാത്തുള്ളൂ. സ്വയം ആത്മഹത്യയിലേക്ക് തള്ളി വിടാല. ബിനു കാരണം ഈ കുടുംബം കടബാധ്യത കയറി കൂട്ടാത്മഹത്യ ചെയ്യാന്നുള്ള പ്രതീതി അവൻ ആദ്യം ഉണ്ടാക്കണം. വിഷം കഴിക്കുമ്പോൾ ആദ്യം അവനെ കൊണ്ട് കുടിപ്പിക്കണം. നമ്മൾ കുടിക്കാന്ന് അഭിനയിക്കാനേ പാടൂ. മനസ്സിലായ? ബിനു പഴയ കണ്ടീഷനിലേക്ക് എത്തുകയാണെന്ന് കരുതുക. എന്നിട്ടൊരു നല്ല മനുഷ്യനായി മാറിയാലോ? എത്ര ശതമാനം? ഞാൻ അവന്റെ അമ്മയാ. അവൻ എനിക്കറിയാം. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഓർമ്മയിലെത്തിയ അവൻ പഴയതിലും മോശമാവും. സ്നേഹിക്കാനുള്ള ഒരു അവസരം കൂടി തന്നതായിരുന്നു ദൈവം കോമയിലൂടെ. പക്ഷെ അവൻ ആ പഴയ ബിനു ആയാൽ അതാണ് ഇത് സഞ്ചാരം എടുക്കും. ബിനുവിനെ സംസാരിച്ച് സമ്മർദ്ദപ്പെടുത്തി കൂട്ടാത്മഹത്യ ചെയ്യാന്ന മുൻപിലെത്തിക്കുന്ന ജോലി കിട്ടിയാ ഏറ്റെടുത്തു. സഞ്ജു തന്നെ ഈ പണി ചെയ്യാൻ നല്ലത്. പക്ഷെ എന്ത് തേങ്ങ സംഭവിച്ചിട്ടാണെങ്കിലും ആ ചെകുത്താനെ നമ്മൾ കീഴടങ്ങരുത്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, മാറ്റണ്ടാവരുത്. ഓക്കെ? എന്റെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഇതെന്റെ വിധിയല്ലേ, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ആലോചിക്കുന്നത് നിഷിമയെ കുറിച്ചാ. നിഷമിക്ക് എന്താ പറ്റിയച്ചാ? ഒന്നുമില്ല. ഞാൻ കരുതി ബിനുവിന് എൻ്റെ പാരമ്പര്യമാണെന്ന്. അവനവൻ്റെ അമ്മയുടെ പാരമ്പര്യമാണ്. അതേ സെയിം ജീനാ എൻ്റെ മോക്കും നിൻ്റെ ഭാര്യയ്ക്ക്. നീയും തച്ചു വച്ചോ.
എനിക്കിവിടെ വന്നപ്പോഴേ അളിയൻ്റെ അച്ഛനമ്മയെ ഓർമ്മ വന്നു. പാവങ്ങൾ എത്ര തവണ ഇതുപോലുള്ള സ്ഥലങ്ങൾ ആത്മഹത്യക്ക് വന്നിട്ടുള്ളത്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. വൻ റിച്ച് ഫാമിലി ആയിരുന്നല്ലോ. അളിയനൊരുത്തനല്ലേ അവരുടെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞത്. അളിയൻ്റെ ഒടുക്കത്തെ ഓൺലൈൻ റമ്മി. കുടുംബത്തിൻ്റെ മാനവും പോയി, കാശും പോയി, ഇല്ലാത്ത കടബാധ്യത ഉണ്ടാക്കി. അളിയൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ 2 പ്രാവശ്യം അവിടെ നിന്ന് ചാടിയനെ. വിഷം കലർത്തിയ ഒരു ഭക്ഷണത്തളികയ്ക്ക് മുൻപിൽ കൂട്ടാത്മഹത്യക്കരിക്കുന്ന അളിയനും ഫാമിലി. ഓ അളിയ, അത് ഓർത്തിട്ട് തന്നെ എൻ്റെ ഉറക്കം പോയി. കഴുകന്മാർ കൊത്തിവലിക്കുന്ന ശവശരീരങ്ങൾക്ക്. അളിയ, നമുക്ക് പോവാം അളിയ, എനിക്ക് പേടിയാവുന്നു. പോവാം. വാളയാ വാ, ഇരിക്ക്. കോഫി പറയട്ടെ? അളിയ, ഇന്നലെ പറഞ്ഞത് ആലോചിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാനുണ്ടാക്കിയ കടമൊക്കെ എനിക്ക് തീർക്കാൻ പറ്റുമെന്നറിയില്ല. അളിയൻ പറഞ്ഞത് ഞാൻ വെറുതെ സങ്കല്പിച്ചു. വിഷം പുരട്ടിയ ഭക്ഷണത്തളികയുടെ ചുറ്റുമിരിക്കുന്ന കുടുംബം. എന്നിട്ട് നമ്മൾ കുടുംബം മുഴുവനും. കുടുംബം മുഴുവനല്ല, അമ്മയും അച്ഛനും പിന്നെ അളിയനും. അച്ഛനും അമ്മയും ഞാനും. ഈ വിഷം കലക്കി വെച്ച ഭക്ഷണം ആദ്യം ആര് കഴിക്കും? അച്ഛൻ കഴിക്കോ? അമ്മ കഴിക്കും? ഞാൻ കഴിക്കും? എനിക്കറിയില്ല അളിയ. കടബാധ്യതയൊക്കെ ആർക്കാ ഇല്ലാത്തത്? ഇതെൻ്റെ 2ാം ജന്മമല്ലേ? അതെ അതെ അതെ. എനിക്ക് മരിക്കണ്ട. അച്ഛനും അമ്മയും മരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തോ തക്കതായ കാരണമുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത്. അല്ല, അത് കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? ഞാനൊന്ന് ശ്രമിച്ചിട്ട് വരാം.